നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 4. ഇടുക്കി ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 4. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര് നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര് നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി. നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി നിലവിൽ വന്ന വർഷം 1934. നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി നിലവിൽ വന്ന വർഷം 1934. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1958. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1958. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1958. വയനാട് വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1973. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം. ഇരവികുളം വന്യജീവി സങ്കേതമായ വർഷം 1975. ഇരവികുളം വന്യജീവി സങ്കേതമായ വർഷം 1975. ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറമ്പിക്കുളമാണ്. അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1976. ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1976. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1983. 1983. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം പേപ്പാറ. ആറളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. 1984 ആറളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ചിമ്മിണി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1984. ചിമ്മിണി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1984. ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം 1984. 1984. മലയണ്ണാന് പേരുകേട്ട വന്യജീവി സങ്കേതം ചിന്നാർ. മലയണ്ണാന് പേരുകേട്ട വന്യജീവി സങ്കേതം ചിന്നാർ. ഷെന്തുരണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ഷെന്തുരണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ഷെന്തുരണിയെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1984. 1984.
മരത്തിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ശെന്തുരുണി. ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. മരത്തിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ ദേശീയോദ്യാനങ്ങൾ ഏതെല്ലാം? ഇരവികുളം, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല എന്നിവയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ഇടുക്കി ജില്ലയ്ക്ക് പുറമെ കേരളത്തിലുള്ള ഏക ദേശീയോദ്യാനം സൈലന്റ് വാലി. ഇടുക്കി ജില്ലയ്ക്ക് പുറമെ കേരളത്തിലുള്ള ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. പാലക്കാടിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 നവംബർ 15-നാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 നവംബർ 15-ന്. പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയും ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയുമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഒരുപാട് പ്രാവശ്യം നമ്മുടെ PSCക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ തൂതപ്പുഴയാണ് ആൻസറായിട്ട് PSC കൊടുക്കാറുള്ളത്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. കേരളത്തിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം കുറിഞ്ഞിമല ഉദ്യാനം 2006-ലാണ് രൂപവൽക്കരിച്ചത്. കേരളത്തിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം കുറിഞ്ഞിമല ഉദ്യാനമാണ് 2006-ൽ രൂപവൽക്കരിച്ചു. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യമൃഗ സങ്കേതം മംഗളവനം. എറണാകുളത്തെ മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യമൃഗ സങ്കേതം, വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്. വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ പക്ഷി സങ്കേതം പക്ഷിപാതാളം. വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ പക്ഷി സങ്കേതം പക്ഷിപാതാളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരവികുളം. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള വന്യജീവി സങ്കേതം ചൂലന്നൂർ അഥവാ ചൂളന്നൂർ. പാലക്കാട് ജില്ലയിലാണ് ചൂളന്നൂർ. മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2010. മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2010. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും പറ്റിയുള്ള കുറച്ചധികം ചോദ്യങ്ങളും വളരെ റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.